What's up guys, 3 here. Happy New Year guys. ഈ വർഷം എല്ലാവർക്കും വളരെ സന്തുഷ്ടമായതും വളരെ ശോഭ നിറഞ്ഞതും കളർഫുൾ ആയൊരു ന്യൂ ഇയർ ആവട്ടെ. അതേപോലെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഗൈ. ഇവനാണ് റിയൽമി 16 Pro Plus ആൻഡ് ലുക്സ് സോ ഗുഡ് അല്ലേ, കാണാൻ ഭയങ്കര രസമുണ്ട്. കുറേ പേര് പറഞ്ഞ് ഇൻസ്പയർഡാ കോപ്പിയാ, പക്ഷേ ലെറ്റ് മീ ബി ഹോണസ്റ്റ് വിത്ത് യു, ഒന്നിൻ്റെ ഇൻസ്പിറേഷനെ കോപ്പി ആയിട്ട് തോന്നുന്നില്ല. ഡിസൈൻ ഭയങ്കര ഒറിജിനൽ കിഡിലെ ഒരു ബാഡി ലുക്ക് ഉണ്ട് ഡിസൈനകത്ത്. സോ എനിക്ക് ഈ ഡിസൈനിനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഒരു ബാഡി ഡിസൈൻ ലുക്ക് സോ ഗുഡ്, സോ പ്രീമിയം, ഒരു മോഡേൺ, അതേസമയം ഒരു നേച്ചറൊക്കെ ആയിട്ട് ഇഴകിപ്പഴകിക്കുന്ന ഒരു ഫോൺ. പക്ഷേ ഈ ഫോൺ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ, ഫ്രം മൈ ഇനിഷ്യൽ ഡേയ്സ് ഓഫ് ടെസ്റ്റിംഗ്, നോ നോട്ട് റിയലി. ആൻഡ് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഫോണാണെന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. പക്ഷേ കുറ്റം പറഞ്ഞു തുടങ്ങാതെ ലെറ്റ്സ് മീ ഹാപ്പി ആൻഡ് ഓണസ്റ്റ് വിത്ത് ദി നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ ഡിസൈൻ ലുക്സ് ഗുഡ്, ഡ്യൂറബിലിറ്റി ആണെങ്കിലും ഡിസൈൻ എലമെൻസിനെ കുറിച്ച് 203 grams വെയിറ്റ് ആണ്, IP6869 സർട്ടിഫിക്കേഷൻ ഉണ്ട്, മിലിറ്ററി സ്റ്റാൻഡേർഡ് ഗ്രേഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിടിക്കാനും കാര്യത്തിനും എല്ലാം ഭയങ്കര നൈസ് ഒരു ഫോണാണ്. ഫോൺ ഫീൽസ് അത്യാവശ്യം ഭയങ്കര സൂപ്പർ ഇൻ യുവർ ഹാൻഡ്. അതേപോലെ തന്നെ ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേനെ കുറിച്ചും പറയാം. അതിൻ്റെ ഡിസൈൻ എലമെൻസ് നമുക്ക് കാണാം. ചിലവർക്ക് ഈ കേർവ് ഡിസ്പ്ലേ ഇഷ്ടമാണ്, ചിലവർക്ക് ഈ കോഡ് കേർവ് ഡിസ്പ്ലേ ഇഷ്ടമല്ല. പക്ഷെ എന്തൊക്കെ ഇഷ്ടമല്ലെങ്കിലും ബെസ്സൽസ് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോഴും ഈ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ഇമേഴ്സീവ് ആയിട്ട് അതിനകത്ത് മുഴുകി ചേർന്നൊരു എക്സ്പീരിയൻസ് കിട്ടും. ചിലവർക്ക് അത് ഇഷ്ടമല്ല, എന്നെ കണക്ക് പേഴ്സണലി ഉള്ളവർക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ കേർവച്ചർ ഭയങ്കര ഡീപ്പായിട്ടൊരു കേർവച്ചറൊന്നും അല്ല കേട്ടോ, ചെറിയ നൈസ് ഒരു കേർവ് ആയതുകൊണ്ട് എനിക്കതിന് പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടമാണോന്ന് വെച്ചാൽ ഞാൻ ഫ്ലാറ്റ് ഡിസ്പ്ലേ പ്രിഫർ ചെയ്യണം. പക്ഷേ ഇതിനും അതിൻ്റെതായ ഒരു ശോഭയല്ലേ, ഭംഗിയുണ്ട് എന്ന് പറയുന്നൊരു സത്യം ഞാനിവിടെ അംഗീകരിക്കേണ്ടതായിരിക്കുന്നു. ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊരു ഡിസ്പ്ലേ. എനിക്കൊന്ന് പീക്ക് ബ്രൈറ്റ്നസ് സീസൺ പറഞ്ഞാൽ 6500 നിറ്റ്സാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഏത് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷേ പീക്ക് ബ്രൈറ്റ്നസ് അല്ലാതെ നമ്മൾ HBM ഡെയിലി ആവറേജ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. HDR10+, 120 Hz, അതേപോലെ എല്ലാ പീക്സ്, ബെസൽസ്, PWM ഡിമ്മിങ്, LTPO വെച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആസ് ഓഫ് റൈറ്റ് നൗ ഈ ഫോൺ ഇറങ്ങിയിട്ട് ഒരുപാട് സമയമൊന്നും ഇല്ല. അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിനകത്തൊന്നും ഞാനൊരു കാര്യം പറയുന്നില്ല. നെറ്റ്ഫ്ലിക്സിനകത്തും വൈഡ് ബൈ നെറ്റ്ഫ്ലിക്സൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക് എനിക്കറിയില്ല. മിക്കവാറും ഞാൻ കമൻസിൽ പറഞ്ഞേക്കാം പോകുമ്പോൾ. പക്ഷെ ഇപ്പം ഗൈസ് ലെറ്റ് മീ ബി വെരി ഓണസ്റ്റ് വിത്ത് യു, നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേനെ കുറിച്ച് എനിക്ക് ഒരു കുറ്റം പറയില്ല. സ്മൂത്ത്, ബ്രൈറ്റ്, കളർഫുൾ പാനൽ, അത് കാണാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം എന്ന് വെച്ചാൽ, അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം. അന്യായമാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ കുഴപ്പമില്ല, ഭയങ്കര ലൗഡാണ്, സ്റ്റീരിയോ സ്പീക്കറാണ്. പക്ഷെ മേളത്തെ ഈ ഇവിടെ വരുന്ന സ്പീക്കർ ഉണ്ടല്ലോ, ഇയർ പീസ് സ്പീക്കർ ഭയങ്കര ഫുള്ളല്ലേ, മാക്സ് വോളിയത്തിന് അടുപ്പിച്ചിട്ടാൽ അതുണ്ട് എന്ന് മനസ്സിലാക്കൂ. ഇത് ബോട്ടം ഫെയറിങ് ഭയങ്കര ലൗഡാണ്. മേളത്തെ ഉണ്ട്, പക്ഷെ ഭയങ്കര വീക്കാണ്. അത് ഫുൾ ഇട്ടാലേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അല്ലാതെ നല്ല ബാലൻസ്ഡ് ആയിട്ട് സ്റ്റീരിയോ സിസ്റ്റം ആണെന്ന് വെച്ചാൽ അല്ല. ഈ പ്രൈസ് റേഞ്ചിന് അഫ്കോഴ്സ് മോട്ടോയിനകത്തും OnePlusനകത്തും ഒക്കെ ബെറ്റർ സ്പീക്കേഴ്സ് ഉണ്ടെന്ന് എനിക്ക് 110% കൺഫേം ചെയ്യാൻ പറ്റും. ആ ഒരു തമ്പിനെസ്സും ക്ലാരിറ്റിയും ക്രിസ്പിനെസ്സും ഒക്കെ എനിക്ക് മിസ് ചെയ്തു ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം. ഇവരെന്തൊക്കെ അഡ്വർടൈസ് ചെയ്താലും, ബോട്ടം ഫെയറിംഗ് സ്പീക്കർ എന്തൊക്കെ കിടിലുമാണെന്ന് പറഞ്ഞാലും, ഭയങ്കര സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, സ്റ്റീരിയോ ബോട്ടോ ഉള്ള കോമ്പിനേഷൻ എവിടെയൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് 100% തോന്നി. അതേപോലെ ഹൗ ഇത് ഹാപ്റ്റിക്സ് അല്ല വൈബ്രേഷൻ എന്ന് വെച്ചാൽ ശോകം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗൈസ് എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല, ശോകമാണ് അത്യാവശ്യം. ഈ ഫോൺ പ്രൈസ് ചെയ്യാൻ പോകുന്നത് അറൗണ്ട് 40,000 രൂപയ്ക്കകത്താണ്. അതിനകത്തുള്ള ഹാപ്റ്റിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ജെന്യുവിൻ ആയിട്ട് പറഞ്ഞാൽ ഇല്ല. അതിന് വേണ്ടിയുള്ള ഹാപ്റ്റിക്സ് അമ്മ കൊടുത്തില്ല. നമുക്കൊരു ആ ഒരു ഇങ്ങനെ ടാക്ടൈൽ ഫീൽ ഉണ്ടല്ലോ, ഒരു സാധനം OnePlusനകത്തും മോട്ടോയുടെ ആയാലും ഷവോമിയുടെ ചില ഫോണിനകത്താണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ബെറ്റർ ഹാപ്റ്റിക്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് പറയാൻ പറ്റും. ഭയങ്കര ശോകമല്ല, പക്ഷേ കൊള്ളത്തുമില്ല എന്ന്. ഭയങ്കര വൃത്തിയായിട്ടൊരു ഹാപ്റ്റിക്സ് അല്ല, പക്ഷേ നല്ലൊരു ഹാപ്റ്റിക്സ്. ഗൈസ് ഞാൻ ഹാപ്റ്റിക്സിന് ഒരു നേർഡാണ്. എനിക്കിത് ആ ഫീലൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഞാനതൊരു നേർഡ്, അത് പിന്നെ പറഞ്ഞുതരാം. സോ നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പെർഫോമൻസ്, ബാറ്ററി ലൈഫ്. സ്നാപ്ഡ്രാഗൺ 8 Gen 4 ഓക്കെ, ഗുഡ്. അഡ്രിനോയുടെ 722 എന്ന് പറഞ്ഞ GPU ഉപയോഗിച്ചേക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഗെയിമേഴ്സിനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഭയങ്കരമായിട്ട് ഓറിയൻറ്റഡ് അല്ലാത്തൊരു GPU ആണ്. സാധാരണക്കാർക്ക് ഒരു പ്രശ്നമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഡേ ടു ഡേ വെബ് സർഫിംഗ് ആണെങ്കിലും, യൂട്യൂബ് കാണുള്ള, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനാണ്, അതിനൊക്കെ പക്ക ക്ലീൻ സാധനമാണ്. പക്ഷേ നിങ്ങൾ പെർഫോമൻസിന് വേണ്ടി പുഷ് ചെയ്യണമെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത് വേ ബെറ്റർ ചിപ്സെറ്റ് ഉണ്ട്. അമ്മമാർക്ക് 8 Gen 7 Gen 4 8 Genലേക്ക് ചാടാൻ പറ്റുമായിരുന്നു ഈ പ്രൈസ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ പ്രൈസിനെ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയത്തില്ല. പക്ഷേ എഗൻ
എടുത്തു പറയാനായിട്ടോ നല്ല പെർഫോമിങ് ഫോണാണ് ഈ പ്രൈസ് റേഞ്ച് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. സത്യസന്ധമായി പറഞ്ഞാൽ 7 Gen 4 40,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപയൊക്കെ ആണെങ്കിലും ശരി, ആ പ്രൈസ് റേഞ്ചിന് വളരെ ശോകം ആണ് എന്നെനിക്ക് പച്ചയ്ക്ക് പറയാനുണ്ട്. LPDDR5X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ഹയർ വെർഷനിൽ 256 GB UFS 4.1, ലോവർ വെർഷനിൽ അത് UFS 3.1 ആണെന്ന് തോന്നുന്നു. ഇവന്മാരെവിടെ അത് പറയുന്നില്ല, അത് ഒളിപ്പിച്ച് മറച്ചു വെച്ചേക്കുവാണ്. ഞാൻ തപ്പിപ്പിടിച്ച് കോറയിൽ റെഡിറ്റിലൊക്കെ വായിച്ച് എനിക്ക് എവിടെ നിന്നൊക്കെ ഈ സോഴ്സ് കിട്ടിയത്. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും വരി ഫോണിൽ ചെയ്യുന്നതിനാണ് പോകുന്നത്. അതൊക്കെ കുഴപ്പമില്ല. UFS സ്റ്റോറേജ് 3.1 അല്ലെ 4.1 അല്ലെ ഈ ഇതൊരു പവർ യൂസറിനുള്ള ഫോൺ അല്ല. അതാ ബേസിക്കലി പറയുന്നത്. നിങ്ങൾക്ക് സാധാരണ കാഷ്വൽ ഡെയിലി ഒരു ഓഫീസ് യൂസേജ്, എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അല്ലാതെ ഗെയിമിംഗ് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ ഓക്കേഷ് ഫോണാണ്. പക്ഷേ പെർഫോമൻസ് ഫോർ ദ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ വിലയ്ക്കുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എന്ന് ജെന്യൂൻ ആയിട്ട് ചോദിച്ചില്ല. തെർമൽസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗൈസ് ഇതിനകത്ത് ഇവരുടെ വൈപ്പർ കൂളിംഗ് ചേമ്പർ ഭയങ്കര അഡ്വാൻസ് ടെക് ഒക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര അഡ്വാൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഗെയിമർ ഒന്നും അല്ല, ലൈറ്റ് ഗെയിമറാണ്. പിന്നെ റിയൽമിയുടെ കേസൊക്കെ ഇട്ട് കളിക്കുമ്പം ഗെയിം കളിക്കുമ്പോൾ എനിക്ക് വലിയ സീനൊന്നും ഇല്ല, വലിയ വാമായിട്ടില്ല, ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ ചൂടായിട്ടില്ല. പക്ഷേ അവിടെ എവിടെയൊക്കെ ചൂടാവുന്നുണ്ട് ക്യാമറയ്ക്ക് ഉപയോഗിക്കുമ്പം, അത് ഞാൻ പറഞ്ഞോളൂ. പക്ഷേ എനിവേസ് ചൂടാവുന്നത് വലിയൊരു കൺസേൺ അല്ല. കാരണം ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നവർ ഒരിക്കലും ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് വാങ്ങിക്കില്ലേ എന്ന് ഞാൻ പറയാം. കാരണം അതിനാണെങ്കിൽ നിങ്ങളൊരു ഇച്ചിരി കൂടെ പൈസ ഇട്ടാവുള്ള 15R ഒക്കെ ജനറേഷണൽ ലീപ് ഹെഡ് ഉള്ളൊരു ഫോണാണ് എന്ന് ഞാൻ പറയും. പക്ഷെ ആർക്കാണ് ഈ ഫോൺ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് വേണ്ടവർക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടും. 7000 mAh ബാറ്ററി ലൈഫാണ്. അതും നമ്മുടെ 7 Gen 4, അതൊരു 4 nanometer ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ കാഷ്വൽ യൂസേഴ്സിനൊക്കെ വേണമെങ്കിൽ ഒരു 2 ദിവസം പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ്. ബാറ്ററി ഫോൺ വിളിക്കുക, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ ഗൈസ് എനിക്ക് തോന്നുന്നു മിക്കവർക്കും 2 ദിവസം പുഷ് ചെയ്യാം. അതിൽ എന്നോട് ഒരു മോഡറേറ്റ് യൂസർ ആണെങ്കിൽ 1.5 ദിവസം കണ്ണടച്ച് പുഷ് ചെയ്യാം. ലൈറ്റ് യൂസർ ആണെങ്കിൽ 2 ദിവസം. പക്ഷേ ഹെവി യൂസേഴ്സ് ആണെങ്കിൽ ഞാൻ പറയും എടുക്കല്ല, സ്കിപ്പ് ചെയ്ത് വേറെ ഫോൺ എടുക്കാൻ ഞാൻ പറയും. ബാറ്ററി ലൈഫ് ഗുഡാണ്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, നൈസാണ്. പിന്നെ ഓവറോൾ ഫോൺ ഭയങ്കര സ്നാപ്പിയാണ്. ഇപ്പം ഫോർ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണെങ്കിലും ശരി, നമുക്ക് എന്താ പറയുക, എല്ലാം ഭയങ്കര അത്യാവശ്യം സ്നാപ്പി ആയിട്ടുള്ള ഫീലാണ്. അത്യാവശ്യം ഫാസ്റ്റ് സ്നാപ്പി, ആ ഒരു പ്രശ്നമൊന്നുമില്ല. ക്യാമറയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഇതിൻ്റെ OS കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം ഗൈസ്. ബേസിക്കലി പറഞ്ഞാൽ റിയൽമി UI എന്നൊക്കെ പറഞ്ഞാൽ കളർ OSന്റെ ഒരു സ്ട്രിപ്ഡ് ഓഫ് വേർഷനാണ്. കളർ OSന്റെ OnePlusന്റെ എല്ലാത്തിൻ്റെയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിരിച്ചിട്ട് എടുത്ത് OS ആണ്. ബഗ്സോ സ്റ്റഡോസോ കാര്യങ്ങളൊന്നുമില്ല. 5-6 ബ്ലോട്ട് OS ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അത്യാവശ്യം നല്ലതാണ്, ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നല്ല ഫണ്ടമെന്റൽസ് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈസ്തെറ്റിക്കലി ആണെങ്കിലും മിക്കവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതിനെക്കുറിച്ച് ഭയങ്കര ഒരു കുറ്റം പറയാനൊന്നുമില്ല. ആസ് ഓഫ് റൈറ്റ് നൗ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഗൈസ് ഇത് പ്രീ റിലീസ് ആയതുകൊണ്ട് തന്നെ മേ ബി എനിക്ക് തെറ്റായിരിക്കാം. 3 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി പാച്ചുകളിൽ അങ്ങനത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഫോർ ദാറ്റ് പ്രൈസ് സത്യം പറഞ്ഞാൽ 3 വർഷമൊക്കെ ഒരാൾ ഫോൺ ഉപയോഗിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. അഗൈൻ സോഫ്റ്റ്വെയർ വൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്നാപ്പി ഫ്ലൂയിഡിക് അനിമേഷൻസും കാര്യങ്ങളും എല്ലാം നല്ല രസമാണ്. ഭയങ്കര ഐ ആം ഹാപ്പി വിത്ത് സോഫ്റ്റ്വെയർ. ഭയങ്കര എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കി പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ കുറ്റം പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഹൗ ഇസ് ദ ക്യാമറ? ക്യാമറയിനകത്തോട്ട് വരുമ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ് ചെയ്തേക്കുന്നവർ ലൂമ കളർ എന്ന് പറഞ്ഞ പുതിയൊരു കളർ തിയറി, കളർ പാലറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമറ ചക്കയാണ്, മാങ്ങയാണ്, മരച്ചക്കയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സത്യമാണോ എന്ന് ചോദിച്ചാൽ 40,000 രൂപയ്ക്ക് നോട്ട് ദി ബെസ്റ്റ് ക്യാമറ എന്ന് എനിക്ക് തോന്നി. ഉള്ള കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറ സിസ്റ്റം ആണ്. ഒരു 200 MP മെയിൻ ഷൂട്ടർ ഉണ്ട്, കൊള്ളാം, നല്ലതാണ്. ഷാർപ്പ്, ഡീറ്റെയിൽഡ്, പഞ്ചി, കളർഫുൾ ഇമേജസ് കിട്ടും. അവരുടെ ലൂമ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കൊള്ളാം. ഇച്ചിരി കൂടെ എല്ലാം വൈബ്രൻറ്റും റിയലിസ്റ്റിക്കും ഇച്ചിരി കൂടെ കോൺട്രാസ്റ്റി ആയിട്ടൊരു സാധനമാണ്. മോർ ഓഫ് ഒപ്പോ വിവോ സ്റ്റൈലിംഗ് ആകുമ്പോൾ ഇത് പിടിച്ച് നോക്കിയതുപോലെയാണ് എനിക്ക് കിട്ടിയ ഒരു ഫീല്. അത് കഴിഞ്ഞ് നമുക്ക് ടെലിഫോട്ടോ 3.5x ഒപ്റ്റിക്കൽ ടെലിഫോട്ടോയിനൊക്കെ വരുമ്പോഴും അതും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആണ്. പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ഇറ്റ്സ് സോ ഗുഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു ക്യാമറ സിസ്റ്റമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ അൾട്രാ വൈഡിലേക്ക് വരുമ്പോൾ 8 MB കൊടുത്തപ്പോൾ ഒരു ഡ്രോപ്പ് ഇൻ ക്വാളിറ്റി ഫിനോമിനലായിട്ട് തോന്നി. ഗൈസ് 40,000 രൂപ അടുപ്പിച്ചുള്ള ഫോണാണ്. ഇപ്പം 43 എന്ന് ചില സോഴ്സസ് പറയുന്നു, 37 എന്ന് വേറെ സോഴ്സസ് പറയുന്നു. ഞാനൊരു 40 അറൗണ്ട് ബോൾ മാർക്ക് വെച്ചേക്കുക. 38 രൂപയ്ക്കൊക്കെ അടുപ്പിച്ച് 8 MB ക്യാമറ എസ്പെഷ്യലി വൈഡ് ആംഗിൾ കൊടുക്കുന്ന ഒരാൾ ബാഡ് ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സാധ്യതയുണ്ട്. സത്യം പറയാനുള്ളൂ, എനിക്ക് ഇച്ചിരി കൂടെ ഡിമാൻഡിങ് ആയിട്ടൊരു ക്യാമറ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ക്യാമറാസ്
സ്കിൻ ടോൺ കാര്യങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈ HDR എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ പ്രോസസ്സിങ് അല്ല, പക്ഷെ നമുക്ക് എല്ലാ റിയൽമി ഫോൺസിലും കാണാൻ പറ്റുന്ന ഒരു എന്താ പറയണ ഷാഡോസിനെ പൊക്കി ഹൈലൈറ്റ്സ് ഡൗൺ ചെയ്ത് ഓവറോൾ ഫുൾ ഒരു ക്യാൻവാസ് പെയിന്റിങ്ങിന് നടക്കുന്ന എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് വൈബ്രൻസി കൂട്ടി ചെറിയതായിട്ടൊരു വാംത്ത് അവിടേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീൽ ഉണ്ട്. ക്യാമറ സിസ്റ്റം ഇസ് ഫൈൻ, അത്യാവശ്യം നല്ലതാണ്, എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിന് മോട്ടോ ക്യാമറാസ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ H17 റിവ്യൂ കമ്മിങ് സൂൺ ഗൈസ്, അത് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ OnePlusന്റെ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഈവൻ ദോ രണ്ട് ക്യാമറ സിസ്റ്റം ഉള്ളെങ്കിൽ 15R പ്രോസസ്സിങ്ങും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലും, അതേപോലെ ഷവോമിയുടെ ഈ പ്രൈസ് റേഞ്ചിനുള്ള ക്യാമറ ഫോൺസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലും ഇതൊരു നല്ല കണ്ടന്റർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത്യാവശ്യം നല്ലതായിട്ട് ബാക്കി എല്ലാവരോടും കടപിടിച്ച് നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടൊരു ക്യാമറ സിസ്റ്റം. പക്ഷേ ദി ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആണ്. സോ ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഗൈസ്, ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. നിങ്ങൾക്കിപ്പം അത്യാവശ്യം വല്ലപ്പോഴും ഓഫീസിലൊക്കെ പോകണം, നല്ല ചാർജ് നിൽക്കണം, ഗെയിമൊന്നും കളിക്കത്തില്ല, എന്നാൽ കാണാൻ നല്ലൊരു ക്യൂട്ടി ബാഡി ഫോൺ വേണം, നല്ല ഡിസ്പ്ലേ വേണം, അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ട് ക്യാമറ സിസ്റ്റമാണ് വേണ്ടെങ്കിൽ ഓഫ്ലൈനിൽ പോയാൽ ഇത് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോണാണ്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ് ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഒരു സെഗ്മെന്റിൽ ബാറ്ററി ലൈഫ് സെഗ്മെന്റിൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലാതെ ക്യാമറയിലാണെങ്കിലോ ഡിസ്പ്ലേയിലാണെങ്കിലോ പെർഫോമൻസിലാണെങ്കിലോ എന്നും ബാക്കിയുള്ള ഒരു സെഗ്മെന്റിലും ടോപ്പായിട്ട് നിൽക്കാത്തൊരു ഫോൺ, ഒരു മിക്സ്ഡ് ഓൾറൗണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റിൽ എന്തായാലും കടകളുള്ളവർ പുഷ് ചെയ്യും. സോ ഗൈസ്, അങ്ങനെ പറയാമോ, നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നവാബിക്ക ABC മൊബൈൽസിൽ മച്ചാൻ ഉറപ്പായിട്ട് നിങ്ങൾ ചെന്നാൽ കേസും നമ്പേർഡും കാര്യങ്ങളും നല്ല ഡിസ്കൗണ്ട് നമുക്ക് തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. സോ നേരെ തിരുവനന്തപുരത്തുള്ളവർ അവിടെ നവാബിക്കനെ വിളിച്ചു, താഴെ നമ്പർ ഇട്ടിട്ടുണ്ട്, സൂപ്പർ ഡീല് ഉറപ്പായിട്ട് തരും. സോ അത്രയൊക്കെ ഉള്ളൂ റിയൽമി 16 Pro Plusനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ശ്രീ ഗൈസ്, ഇതുപോലത്തെ ഓണസ്റ്റ് റിവ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ലവ് യു.